നമസ്കാരം. ഇന്നത്തെ ഈ സവിശേഷമായ പഠനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1970 ഫെബ്രുവരിയിലെ അഖണ്ഡ ജ്യോതി മാസികയിലെ ചില ആഴത്തിലുള്ള കാര്യങ്ങളാണ്. യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയാണ് ഈ മഹത്തായ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ഇത് വെറുമൊരു വായനയല്ല കേട്ടോ, മറിച്ച് നമ്മുടെ തന്നെ മനസ്സിന്റെ അനന്തമായ സാധ്യതകളിലേക്കുള്ള ഒരു വലിയ യാത്രയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഈ 68 പേജുള്ള പുസ്തകത്തെ കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ പ്രധാനമായും 4 വിഷയങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം വ്യക്തിഗത അടിസ്ഥാനം, പിന്നെ കുടുംബവും സമൂഹവും, അതിനുശേഷം ശാസ്ത്രവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം, ഒടുവിലായി നമ്മെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന മനസ്സ്. ഇത്രയുമാണ് നമ്മളിന്ന് നോക്കുന്നത്. ശരി, നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം. വ്യക്തിഗത അടിസ്ഥാനം, അതായത് നമ്മുടെ മനസ്സും സമചിത്തതയും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ ലോകം മാറ്റുന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ടല്ലേ? പക്ഷേ അതിനു മുമ്പ് നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതം സുന്ദരമാക്കേണ്ടതുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ വിജയത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം അവരുടെ മാനസികമായ കരുത്താണ്. മാനസികമായ പ്രതിരോധശേഷി എങ്ങനെയുണ്ടാക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിനുള്ള ആദ്യത്തെ പടിയാണ് സമചിത്തത. അഖണ്ഡ ജ്യോതിയിൽ ഇതിനെ പറയുന്നത് സുഖ-ദുഃഖങ്ങളിൽ ഒരുപോലെ ഇരിക്കുക എന്നാണ്. അതായത് ഒരുപാട് സന്തോഷം വരുമ്പോൾ അതിൽ മതിമറക്കാതിരിക്കാനും വലിയ സങ്കടങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതിരിക്കാനുമുള്ള കഴിവ്. ശക്തമായ കാറ്റടിക്കുമ്പോഴും ഒട്ടും ഇളകാതെ നിൽക്കുന്ന ഒരു സുവർണ ദീപം പോലെയായിരിക്കണം നമ്മുടെ മനസ്സ്. കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ ഇതൊരു വലിയ കാര്യമാണ്. ഇനി ഇത് പ്രായോഗികമായി എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതം കൂടുതൽ അർത്ഥവത്താക്കാൻ ചെയ്യേണ്ട കൃത്യമായ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിരന്തരമായ പഠനം അഥവാ ജ്ഞാനാർജ്ജനമാണ്. പുതിയ അറിവുകൾ നേടുന്നത് നമ്മൾ എപ്പോഴാണോ നിർത്തുന്നത്, അപ്പോൾ നമ്മുടെ മനസ്സ് മരവിച്ചുപോകും. പിന്നെ എപ്പോഴും സത്യസന്ധത പുലർത്തുക. ചുറ്റുപാടുകൾ മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മളും മാറാൻ തയ്യാറാവുക. ഒപ്പം തന്നെ നിങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ എപ്പോഴും വിശ്വാസമർപ്പിക്കുക. ഇതാണ് ജീവിതം സുന്ദരമാക്കാനുള്ള ശരിയായ വഴി. നമ്മുടെ സ്വന്തം മനസ്സ് ഉറച്ചതായി കഴിഞ്ഞാൽ പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ളവരെയാണ്, കുടുംബത്തെയും സമൂഹത്തെയുമാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രകാശം പകരുന്ന ദീപങ്ങളെപ്പോലെയാണ് നമ്മൾ മനുഷ്യരും. നമ്മുടെ വെളിച്ചം മറ്റുള്ളവരിലേക്കും എത്തണം. ഇവിടെ ഗൃഹസ്ഥന്റെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് വളരെ ആഴത്തിൽ പറയുന്നുണ്ട്. കുടുംബജീവിതം വളരെ പവിത്രമായ ഒന്നാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു തെറ്റുണ്ട്. കുട്ടികളെ വളർത്തുന്നതിനിടയിൽ ഒരു വ്യക്തിയെന്ന നിലയിലുള്ള നമ്മുടെ സ്വന്തം ആത്മീയ ലക്ഷ്യങ്ങൾ നമ്മൾ മറന്നുപോകും. അങ്ങനെ പാടില്ല. കുടുംബത്തോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ആത്മീയ വളർച്ചയ്ക്കും നാം സമയം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ആ ഒരു പൂർണ്ണ സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ സാധിക്കൂ. ഇനി സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ കൂട്ടായ്മയും ഐക്യവും ഇല്ലാത്ത സമൂഹങ്ങൾ വളരെ വേഗം തകർന്നു പോകുമെന്നതാണ് വാസ്തവം. എന്നാൽ സംഘടിതമായ രാഷ്ട്രങ്ങളോ അവർ ചട്ടാനവത് സുദൃഢ് അഥവാ ഒരു വലിയ പാറ പോലെ ഉറച്ചതായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. സാമൂഹികമായ ഐക്യം എന്നത് വെറുമൊരു രാഷ്ട്രീയ കാര്യം മാത്രമല്ല, അത് കരുത്തുറ്റ് ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള ആത്മീയമായ ഒരു ആവശ്യകത കൂടിയാണ്. അടുത്തതായി നമ്മൾ വളരെ പ്രസക്തമായൊരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. ശാസ്ത്രം, ഭൗതികവാദം, പിന്നെ ആത്മീയത. ലോകം വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ആധുനികതയും നമ്മുടെ പുരാതനമായ അറിവുകളും തമ്മിലുള്ള ബന്ധം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശാസ്ത്രം നമുക്ക് ഒരുപാട് പുതിയ ഉപകരണങ്ങളും ഭൗതിക സൗകര്യങ്ങളും നൽകുന്നുണ്ട് എന്നതിൽ സംശയമില്ല. പക്ഷേ അത് അപൂർണമാണ്. മനുഷ്യന്റെ യഥാർത്ഥ പുരോഗതിക്കാവശ്യമായ അടിസ്ഥാന അർത്ഥം നൽകാൻ ആത്മീയതയ്ക്ക് മാത്രമേ സാധിക്കൂ. അമിതമായ യന്ത്രവൽക്കരണം പലപ്പോഴും നമ്മെ ശാരീരികമായ സുഖം തരുമെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളിലേക്കും വേദനകളിലേക്കുമാണ് നമ്മെ നയിക്കുന്നത്. ഭൗതികവാദത്തിന്റെ വലിയ ദോഷങ്ങളെക്കുറിച്ച് ഗ്രന്ഥത്തിൽ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഉള്ളിലെ അക്ഷമ. പുരാതന ഇന്ത്യയിലെ ചന്ദ്രഗുപ്തൻ വലിയ വിജയങ്ങൾ നേടിയത് അദ്ദേഹത്തിന്റെ അക്ഷമ പൂർണ്ണമായും ഇല്ലാതായപ്പോഴാണ് എന്ന് ഇതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദ്യപാനം പോലുള്ള ലഹരി ഉപയോഗങ്ങൾ ലോകമഹായുദ്ധങ്ങളെക്കാൾ ഭയാനകമായിട്ടാണ് സമൂഹത്തെ നശിപ്പിക്കുന്നത്. ഇത്തരം യാതൊരു നിയന്ത്രണവുമില്ലാത്ത ആസക്തികൾ എങ്ങനെയാണ് മനുഷ്യന്റെ പുരോഗതിയെ ഇല്ലാതാക്കുന്നതെന്ന് നോക്കൂ. ഇനി നമ്മുടെ അവസാനത്തെ വിഷയത്തിലേക്ക് വരാം. ഉയർച്ചയിലേക്ക് നയിക്കുന്ന മനസ്സ്. ഇതെല്ലാം കൂടി മനുഷ്യജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ ആത്മീയ ഉന്നമനത്തിലേക്ക് നമ്മെ എങ്ങനെ എത്തിക്കുന്നു എന്ന് നോക്കാം. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പർവ്വതനിരകളെപ്പോലെ നമ്മുടെ മനസ്സും എപ്പോഴും മുകളിലേക്ക് തന്നെ ഉയരേണ്ടതുണ്ട്.
മനുഷ്യന്റെ ഈ പ്രപഞ്ചയാത്ര ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് കേട്ടോ. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? ഏറ്റവും ചെറിയ സൂക്ഷ്മജീവികളുടെ ശക്തിയിൽ നിന്ന് തുടങ്ങി 84 ലക്ഷം യോനികളിലൂടെ പരിണമിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മനുഷ്യജീവിതമുണ്ടായത്. ഏറ്റവും ചെറിയൊരു ബിന്ദുവിൽ നിന്ന് അതിവിശാലമായ വിരാട്ടൂപത്തിലേക്കുള്ള ഈ വളർച്ച അനന്തമായ പ്രപഞ്ച സത്യവുമായി നമുക്കുള്ള അഗാധമായ ബന്ധത്തെയാണ് കാണിക്കുന്നത്. നിരന്തരം ഉന്നതതലങ്ങളിലേക്ക് ചിന്തിക്കുന്ന മനസ്സിന്റെ അപാരമായ ആ ശക്തിയെയാണ് ഊർധ്വഗാമി മൻ കി സാമർഥ്യ എന്ന് ഇതിൽ വിളിക്കുന്നത്. മുകളിലേക്കുയരുന്ന ഒരു തിളക്കമുള്ള ജ്വാല പോലെയാണത്. നമ്മുടെ ഊർജ്ജത്തെ ഏറ്റവും മികച്ച കാര്യങ്ങൾക്കായി തിരിച്ചുവിടുമ്പോൾ പണ്ടുകാലത്ത് ജാബാലിക്ക് ബ്രഹ്മദർശനം ലഭിച്ചതുപോലെ ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങൾ കാണാനും ഗ്രഹിക്കാനുമുള്ള അസാധാരണമായ ഒരു മാനസിക ശക്തി നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇവിടെ വളരെ മനോഹരമായൊരു സന്ദേശമുണ്ട്. ജലോ ഓർ ജഗ് കോ ഉജാല ജുതാവോ, അതായത് സ്വയം ജ്വലിച്ച് ലോകത്തിനു വെളിച്ചമേകുക. ഗായത്രി ഉപാസനയിലൂടെ ബ്രഹ്മവർച്ചസ് അഥവാ ആന്തരികമായ പ്രകാശം നേടാനാണ് ഇത് നമ്മളോട് പറയുന്നത്. ആത്യന്തികമായി ഒരു വലിയ ദീപം പോലെ സ്വയം പ്രകാശിച്ച് അറിവിന്റെയും നന്മയുടെയും വെളിച്ചം ആവശ്യമുള്ള ഈ ലോകത്തിന് അത് പകർന്നു നൽകുക. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തെത്തി നിൽക്കുകയാണ്. 1970 ഫെബ്രുവരിയിലെ അഖണ്ഡ ജ്യോതി മാസികയിൽ നിന്നുള്ള ഈ പാഠങ്ങളെല്ലാം കൂടി നമ്മെ പഠിപ്പിക്കുന്നതെന്താണെന്ന് ചോദിച്ചാൽ, മാറ്റം എപ്പോഴും വ്യക്തിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആ ഒരു സമചിത്തത ഉപയോഗിച്ച് കുടുംബത്തെയും സമൂഹത്തെയും നമ്മൾ ശക്തമാക്കണം. ശാസ്ത്രീയ പുരോഗതിക്കൊപ്പം ആത്മീയത കൂടി ചേർത്ത് ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരിക. ഓർക്കുക, യഥാർത്ഥ വിപ്ലവം എപ്പോഴും തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ ഒരു വലിയ മാറ്റത്തിനായി നിങ്ങളുടെ സ്വന്തം മനസ്സിനെ ഉന്നതങ്ങളിലേക്ക് നയിക്കാൻ ഇന്നു മുതൽ നിങ്ങൾ എന്തു ചുവടുവെപ്പാണ് നടത്താൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു മികച്ച പഠനവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.